ഒരു പേരിലൂടെ സംസാരിച്ചതിന് ശേഷം ഇവിടെ നമ്മുടെ ഈ ഒരു സോഫ്റ്റ് സംസാരം ഏറ്റെടുക്കുക എനിക്കറിയില്ല. ഇവിടെ വന്നൊരു വലിയ വൈബാണ് ഉണ്ടായത്. നിങ്ങളെങ്കിലും എങ്ങനെ വൈബാക്കാനെന്നുള്ളത് എൻ്റെ മുന്നിലെ വലിയൊരു ചലഞ്ചാണ്. ഏതായാലും UDYF-ൻ്റെ ഈ ഒരു പരിപാടി വളരെ മനോഹരമായി സംഘടിപ്പിച്ച മണ്ഡലം കമ്മിറ്റിയെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. UDYF സാധാരണ യൂത്ത് സ്ഥാനാർത്ഥികളെയാണ് കൂടുതൽ പ്രചാരണ രംഗത്ത് അവരുണ്ടാവുക. പക്ഷേ നമ്മുടെ സ്ഥാനാർത്ഥി വയസ്സ് കൂടുന്തോറും പ്രായം കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളായതുകൊണ്ട് അദ്ദേഹം MSF-ന് നമ്മൾ അംഗത്വം കൊടുക്കണമെന്നുള്ളതാണ് നമ്മൾ ആലോചിക്കുന്നത്. കാരണം അങ്ങനത്തെ അപൂർവ ആളുകളുള്ളൂ. ഒന്ന് നമ്മുടെ സിനിമാ നടൻ മമ്മൂട്ടിയും നമ്മുടെ മഞ്ഞളാംകുഴ അനിൽ സാഹിബ്. അപ്പോൾ ഇത്രയും കാലം മങ്കടയുടെ ഒരു ജനപ്രതിനിധിയായി നമ്മുടെ മുമ്പിൽ അദ്ദേഹം ഉണ്ടായത് നമ്മുടെയൊക്കെ ഒരു വലിയ സുഹൃത്തമാണ്. കാരണം ഇത്രയും കാലം ഒരു മണ്ഡലത്തിലുണ്ടാകുമ്പോൾ ആളുകൾക്ക് ചില മുഷിപ്പ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അവരുടെ മാത്രം കുറ്റമാണ് എന്നുള്ളതാണ് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. അനിൽ സാഹിബിനെ പ്രഖ്യാപിച്ചത് ഞങ്ങൾ അടാപ്പ ചെയ്ത് സാധിക്കുന്ന ശബ്ദങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ കഴിവ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് മങ്കടയിലെ ഓരോരുത്തർക്കും അറിയാം. കാരണം സമഗ്രമായ വികസനത്തിൻ്റെ വിഭവ വിതരണത്തിലും ഇവിടെ വികസനം കൊണ്ടുവരുന്നതിലും ഏറ്റവും മുമ്പന്തിൽ നിന്നുള്ള ഒരു MLA ആണ് മലപ്പുറം ജില്ലയെ സംബന്ധിച്ചിടത്തോളം. അപ്പം അങ്ങനെ സദാസമയം ജനങ്ങളോടൊപ്പം ഏത് സമയത്തും അദ്ദേഹത്തിൻ്റെ വാതിൽ തുറന്നിട്ട് രാവിലെ പോയാലും ഇപ്പോൾ പോയാലും അദ്ദേഹത്തിന് കാണാൻ സാധിക്കും. നമ്മുടെ പ്രശ്നങ്ങൾ പറയാൻ സാധിക്കും. നമുക്കൊരു അത്താണിയായിക്കൊണ്ട് ഒരു ലീഡർ നമ്മുടെ ഈ ഒരു മണ്ഡലയിൽ ഉണ്ട് എന്നത് സ്ഥാപിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. അപ്പം ഇവിടെ നമുക്കിനിയും വികസനം ഉണ്ടാവേണ്ടതുണ്ട്. കഴിഞ്ഞ 10 വർഷമായി നമ്മൾ പ്രതിപക്ഷത്തായിരുന്നു. അതായത് നേരത്തെ MLA ആയപ്പോൾ അദ്ദേഹം മന്ത്രിയായി 5 വർഷം നമ്മുടെ മുമ്പിലുണ്ടായ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ ഒട്ടാകെ അദ്ദേഹത്തിന് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ മങ്കടയുടെ വികസന തുടർച്ചയ്ക്ക് വേണ്ടിയും അതുപോലെ നമുക്കറിയാം അദ്ദേഹം കേവലം ഒരു MLA മാത്രമല്ല, രാഷ്ട്രീയ രംഗത്ത് മാത്രമല്ല, വിദ്യാഭ്യാസ രംഗത്ത് അല്പം ഒരുപാട് ആധുനികമായ കാഴ്ചപ്പാടുകൾ. വിജിലൻസ് കോളേജൊക്കെ അദ്ദേഹം അത് ഇടപെടുമ്പോഴും ഓരോ വിദ്യാർത്ഥികളോടും യുവജനങ്ങളോടൊക്കെ അവരുടെ പുതിയ ആ സമൂഹത്തോട് സംസാരിക്കാൻ. കാരണം കാലങ്ങൾ മാറിക്കൊണ്ടിരിക്കുക. ഒരുപക്ഷെ മുൻകാലങ്ങളിൽ 10-20 വർഷമുള്ള ഒരു തലമുറയോട് സംവദിക്കുന്ന രീതിയല്ല ഇപ്പോഴുള്ള തലമുറയോട് സംവദിക്കുന്നത്. നമുക്കറിയാം VD സതീശൻ അന്വേഷണകാലത്ത് ഒരു ഇൻ്റർവ്യൂ കൊണ്ടു. അദ്ദേഹം ഇതിന് മുമ്പിൽ ഇപ്പോഴുള്ള ചലഞ്ച് ജൻസിയോട് സംസാരിക്കാൻ അദ്ദേഹം ഹോംവർക്ക് ചെയ്യുക. പുതിയ രീതിയിലുള്ള ഇന്നോവേഷൻസിനെ കുറിച്ച്, കൊറിയൻ ലിറ്ററേച്ചറിനെ കുറിച്ചൊക്കെയാണ് പുതിയ കാലം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലേക്ക് നമ്മൾ എങ്ങനെ എത്തിപ്പെടാൻ സാധിക്കുന്നതിനെ കുറിച്ച് ഓരോ രാഷ്ട്രീയക്കാർക്കും ഇന്ന് വലിയൊരു ചലഞ്ച് നമ്മുടെ മുമ്പിൽ വരുന്നതാണ്. കാരണം ലോകം അതിവേഗത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സഞ്ചരിക്കുമ്പോൾ അവർ പുതിയ പുതിയ കാഴ്ചപ്പാടുകൾ AI പോലുള്ള ഫോർത്ത് ഇൻഡസ്ട്രി റവല്യൂഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട യുവാക്കൾ സ്വന്തമായി സംരംഭങ്ങൾ തുടങ്ങാൻ, സ്വന്തമായി അവരുടെ കരിയർ ബിൽഡ് ചെയ്യാനൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനനുസരിച്ചുള്ള അന്തരീക്ഷം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ഏറ്റവും വലിയ കടമ. ഭരണകൂടം ചെയ്യേണ്ടതാണ്. ലോകത്തിൻ്റെ വിവിധ പുരോഗതി പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യങ്ങൾ, നമ്മുടെ അടുത്ത രാജ്യമായ ചൈനയിൽ ഒരു വർഷങ്ങളിൽ പോയ ആളുകൾക്കറിയാം, ചെറിയ ചെറിയ ഗ്രാമങ്ങൾ പോലും എത്ര ഓൺട്രപ്രണർ ഫ്രണ്ട്ലിയാണ്. ഓരോ പ്രൊഡക്റ്റുകളും പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ചെറിയ ചെറിയ ഫാക്ടറികൾ മുതൽ ലോകോത്തര നിലവാരമുള്ള വലിയ വലിയ ലോകത്തിൽ ലഭിക്കുന്ന വലിയ ഫാക്ടറികൾ, ലോകത്തിൻ്റെ മാർക്കറ്റ് ഒരു മോണോപ്പൊളി ആയിക്കൊണ്ടിരിക്കുകയാണ്, ഒരു കുത്തകയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ അയച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യക്കാരുടെ ചൈനീസ് കാറുകൾ ലോകത്തിൻ്റെ മാർക്കറ്റ് പങ്കെടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇങ്ങനെ വ്യാവസായിക മേഖലയിൽ, അതുപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയിൽ
ഇന്ന് ഇന്ത്യയിൽ പല സംസ്ഥാനത്തും നമ്മുടെ അയൽ സംസ്ഥാനമാണ് തമിഴ്നാട്. അവിടെ ചില ജർമ്മനി ഗവൺമെൻറ് നേരിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നു. കമ്പനികൾ റോൾസ് റോയ്സുമായി സംസാരിച്ചിരുന്നു, ടെസ്ല സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അവർ ഈ ഡിഫൻസ് കോമ്പോണൻറ്റുകൾ നിർമ്മിക്കുന്നതിനെ കുറിച്ച് അവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പം അങ്ങനെ ലോകത്ത് പുതിയ ആശയങ്ങളും പുതിയ രീതിയിലുള്ള ഇന്നോവേഷൻസിനെ കുറിച്ച് ലോകം സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇവിടെ വീണ്ടും വർഗീയത പറഞ്ഞുകൊണ്ട് നമ്മളെ പിറകോട്ട് വലിച്ചുകൊണ്ടിരിക്കുകയാണ്, വിദ്വേഷം പറഞ്ഞുകൊണ്ട് പിറകോട്ട് വലിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അവിടെയാണ് UDF ജനങ്ങൾക്ക് വലിയ പ്രതീക്ഷ കിട്ടുന്നത്. UDF ആണ് ഇവിടെ എല്ലാ വികസനത്തിനും വിട്ടുപാടിയിട്ടുള്ള ഒരു മുന്നണി. ആ മുന്നണിയുടെ ഭരണം കേരളം കുതിച്ചുകൊണ്ടിരിക്കും. പ്രത്യേകിച്ച് ഈ കാലത്ത് ഈ 10 വർഷം നന്നായി പിറകോട്ട് വലിച്ചിരിക്കുന്ന ഈ സമയത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈ പുതിയ തലമുറകൾക്ക് ഇവിടെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുക നമ്മുടെ മസ്തിഷ്ക ചോർച്ച നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് നമ്മുടെ ഏറ്റവും ടാലൻറ്റഡ് ആയിട്ടുള്ള നമ്മുടെ യുവാക്കൾ പോയിക്കൊണ്ടിരിക്കുകയാണ്, വിദ്യാർത്ഥികൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെ പോയി ഇവിടെ ഒരു വലിയ ശൂന്യത അനുഭവപ്പെടാൻ വേണ്ടി പോകുന്ന ഒരു വലിയ ആശങ്ക നമുക്കുണ്ട്. അവിടെയാണ് നമ്മുടെ കേരളത്തിൽ റീബിൽഡ് കേരളം, ആ റീബിൽഡ് കേരളത്തിന് വേണ്ടിയാണ് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ സംഘപരിവാറും ഫാസിസ്റ്റുകളൊക്കെ ഈ രാജ്യത്തെ നിർവഹിക്കാൻ വേണ്ടി അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. വി ഓൺ ദ നാഷൻ വി ഡിഫൈൻ എന്ന ഗോൾവാർക്കർ എഴുതിയിട്ടുള്ള പുസ്തകങ്ങൾ ഈ രാജ്യത്തെ മതരാഷ്ട്രമാക്കാനും വിദേശത്ത് കടന്ന മതങ്ങൾ അതൊന്നുകിൽ ഈ മതം സ്വീകരിക്കുകയാണെങ്കിൽ മറ്റു രാജ്യങ്ങളിലേക്ക് പോവുക എന്നുള്ള അവരുടെ പ്രത്യയശാസ്ത്രങ്ങൾ ഒതുക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്കിവിടെ അതല്ല, ഇവിടെ ഈ രാഷ്ട്രത്തിൻ്റെ നിർമ്മാണമാണ്, നിർവചനമല്ല, ഡിഫൈനല്ല, ബിൽഡ് നാഷൻ. അതാണ് നമ്മുടെ ഉത്തരവാദിത്വം എന്നാണ് UDF കുറിച്ച് പറയുന്നത്. നമ്മുടെ ഇന്ത്യയെ നയിക്കാൻ ശ്രീ രാഹുൽ ഗാന്ധി, അതുപോലെ സോണിയാഗാന്ധി, പ്രിയങ്കാഗാന്ധി അടക്കമുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമയ നേതാക്കൾ ഇന്ത്യയുടെ മതേതരത്വം കാത്തു സൂക്ഷിക്കാൻ ഇവിടെ ഇന്ത്യയെ വിദേശ പ്രചാരണം നടത്തി നമുക്കിടയിൽ വിവേചനവും പിളർപ്പും ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അവിടെ സമാധാനവും അതുപോലെ സ്നേഹവും സഹിഷ്ണുതയും പറഞ്ഞുകൊണ്ട് ഈ രാജ്യത്തിൻ്റെ അഖണ്ഡത വീണ്ടെടുക്കാൻ വേണ്ടി നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് നമ്മൾ കരുത്ത് പകരാൻ കഴിഞ്ഞ 5 പതിറ്റാണ്ടുകളായി മുസ്ലിം ലീഗും മുസ്ലിം ലീഗും കോൺഗ്രസ് അടക്കമുള്ള മുന്നണി ഈ കേരളത്തിൻ്റെ വികസനത്തിന് വേണ്ടിയും ക്രമസമാധാനത്തിന് വേണ്ടിയും ഈ അങ്ങാടിപ്പുറത്തുള്ള തൽക്ഷേത്രത്തിൻ്റെ ചരിത്രം എന്ത് അഭിമാനപൂർവ്വമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ വിദേശം പകർത്താൻ വേണ്ടി മലപ്പുറത്ത് വന്ന് വിദേശത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല, മറുപടി അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. ഇവർക്ക് ചരിത്രം അവർക്ക് മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ മണ്ഡലത്തിൽ അങ്ങാടിപ്പുറ തൽക്ഷേത്രത്തിൽ സാമൂഹ്യ ദ്രോഹികൾ ആ വാതിൽ തട്ടി നശിപ്പിക്കാൻ വേണ്ടി നോക്കിയപ്പോൾ അവിടെ മുറിവെടുക്കാൻ വേണ്ടി വന്നു ഞങ്ങളുടെ പിതാവ് സയ്യിദ് മുഹമ്മദ് ഷിഹാബ് മുസ്ലിം ലീഗിൻ്റെ നേതാക്കളുമാണ്. ഇവിടെ അത്തരമുള്ള ഒരു വിദേശ പ്രചരണത്തിനും പ്രവർത്തനത്തിനും ഇവിടെ യാതൊരു പ്രസക്തിയുമില്ല. ഇവിടെ കേരളത്തിൻ്റെ മണ്ണ് അത് സമാധാനത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും മണ്ണാണ് എന്ന് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ കേരളത്തിൻ്റെ വിദ്യാഭ്യാസപരമായ ഒരു പുതിയ നയം രൂപീകരിക്കുന്ന ഇവിടെ യൂത്ത് നടത്തുന്ന പരിപാടിയാണ്. മുസ്ലിം യൂത്ത് ലീഗ് ഒരു യൂത്ത് മാനിഫെസ്റ്റോ ഇവിടെ കഴിഞ്ഞ ദിവസം നമ്മൾ ഉണ്ടാക്കിയിരുന്നു. ഞങ്ങൾ ഇവിടെയൊക്കെ നിങ്ങൾക്കറിയാം, ഒരു യൂത്ത് സ്കാൻ നടത്തി നിങ്ങളെ ഓരോരുത്തരുടെയും അഭിപ്രായങ്ങൾ ആരാഞ്ഞുകൊണ്ട് നിങ്ങൾക്കും അഭിപ്രായം പറയാം എന്ന നിലയ്ക്കുള്ള ഒരു സൗകര്യം ഒരുക്കി. അതുപോലെ ഒരു ദിവസം നീണ്ടു നിന്ന ഒരുപാട് പ്രഗത്ഭരായിട്ടുള്ള എക്സ്പേർട്ടുകൾ വന്നുകൊണ്ട് മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന കമ്മിറ്റി നടത്തിയിട്ടുള്ള യൂത്ത് കോൺക്ലേവ്, അതിലെ 20 മാനിഫെസ്റ്റോയാണ് ഞങ്ങൾ അവതരിപ്പിച്ചത്. അതിൽ പ്രധാനമായും യുവാക്കൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് സംരംഭകർ, അവർക്ക് അനുയോജ്യമായ സ്പേസുകൾ നൽകി അവർക്ക് പലിശരഹിത വായ്പകൾ നൽകിക്കൊണ്ട് അവരെ ആ രീതിയിൽ പ്രോത്സാഹിപ്പിക്കാനുള്ള സംവിധാനം ഉണ്ടാവുക. അതുപോലെ തന്നെ നമ്മുടെ ഗ്രാമങ്ങളിൽ നേരത്തെയൊക്കെ നമ്മുടെ ഈ വർക്ക് സ്പേസുകൾ നഗരത്തിൽ മാത്രമാണ്. ഓരോ സംരംഭങ്ങളും തുടങ്ങാൻ പോകുമ്പോൾ അവർക്ക് അത്തരം ഇൻ്റർനെറ്റ് അടക്കമുള്ള സൗകര്യങ്ങളുള്ള സ്പേസുകൾ കൊടുത്തുകൊണ്ട് അവർക്ക് വർക്ക് ചെയ്യാനുള്ള വർക്ക് സ്പേസുകൾ അത് ഗ്രാമങ്ങളിൽ സ്ഥാപിക്കുക എന്നുള്ള ഒരു നിർദ്ദേശമാണ് ഞങ്ങൾ വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ സ്ത്രീകൾ ഒരുപാട്
പിന്നെ സംരംഭങ്ങൾ തുടങ്ങാൻ വേണ്ടി അവർ ആഗ്രഹിക്കുകയാണ്. ഇപ്പം പലരും സ്വന്തമായി ചെയ്യുന്ന പല കാര്യങ്ങളും ഇപ്പോൾ അവരെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി ഒരു സ്ത്രീ ഫ്രണ്ട്ലി പാർക്കുകൾ സ്ഥാപിച്ചുകൊണ്ട് അവർക്കും പ്രോത്സാഹനം നൽകുക. അതുപോലെ ഇന്ന് മാനസികാരോഗ്യം വളരെ സ്ട്രെസ്ഡായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു യുവസമൂഹമാണ് വളർന്നു വരുന്നത്. ഇന്ന് ഏറ്റവും കൂടുതൽ ഡിപ്രഷനും നിരാശയൊക്കെ വന്നുകൊണ്ട് യുവാക്കൾ ഇന്ന് അവരുടെ ആരോഗ്യം ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണ്. മനസ്സ് ആരോഗ്യം മാത്രമല്ല, അവരുടെ ശാരീരികമായ ആരോഗ്യവും ഇന്ന് യുവാക്കളുടെ ഒരു വലിയ ഒരു ചലഞ്ചായി മാറിയിരിക്കുകയാണ്. അപ്പം അങ്ങനെ അവരെ അതിൽ നിന്നും വിമുക്തമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുക എന്നുള്ള നിർദ്ദേശവും യൂത്ത് ലീഗ് മുമ്പിൽ വെച്ചിട്ടുണ്ട്. അതുപോലെ കേരളത്തിലെ ഇവിടെ നേരത്തെ സൂചിപ്പിച്ച ഒരു സഹിഷ്ണുത ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇപ്പോൾ യു എയിലൊക്കെ ഉള്ള പോലെ മിനിസ്ട്രി ഓഫ് ഹാപ്പിനെസ്, മിനിസ്ട്രി ഓഫ് ടോളറൻസ് ഒക്കെ അവിടെയുണ്ട്. അതുപോലെ ഒരു മിഷൻ, ടോളറൻസ് ആൻഡ് ഹാപ്പിനെസ് മിഷൻ സ്ഥാപിക്കുക എന്നുള്ള ഒരു ആവശ്യവും, അതുപോലെ വിദേശ പ്രസ്താവനയ്ക്കെതിരെ ഒരു കമ്മീഷൻ രൂപീകരിക്കുക എന്നുള്ള പല രീതിയിലുമുള്ള നിർദ്ദേശങ്ങളാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇനി വരാൻ പോകുന്നത് ഇനി യുവാക്കളുടെ കാലഘട്ടമാണ്. യൂത്ത് ഒരു യങ് വേൾഡാണ് ഇപ്പോൾ ലോകത്തെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് മേഖല നമുക്കറിയാം. ഇന്ന് പല രാജ്യങ്ങളിലും നമ്മൾ നോക്കുമ്പോൾ, പ്രത്യേകിച്ച് യൂറോപ്പിലെ ഫിൻലാൻഡ് പോലുള്ള രാജ്യങ്ങളൊക്കെ അവിടുത്തെ മന്ത്രിമാരുടെ പ്രായം 24-നും 30-നും ഇടയിലുള്ള മന്ത്രിമാരാണ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലെ മന്ത്രിമാർ. അവരൊക്കെ അതൊരു ആലങ്കാരികമായല്ല കാണുന്നത്. അവരുടെ ആ ഒരു ഡെസിഗ്നേഷൻ അത് തനിക്കുള്ള താൻ ചെയ്യേണ്ട ജോലി ആയിക്കൊണ്ടാണ് അവർ കാണുന്നത്. നമ്മളിവിടെ മാത്രമുള്ള ഇത്തരം ആരോപണങ്ങളൊക്കെ, അവിടെയൊക്കെ പ്രധാനമന്ത്രിമാർ പോലും ഇപ്പോൾ ലണ്ടനിലൊക്കെ നമ്മൾ ട്രെയിനിൽ കിടമ്പോൾ അവർ യാത്ര ചെയ്യുന്നുണ്ടാവും, സൈക്കിളിൽ യാത്ര ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ജനങ്ങളെ സേവിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോം ആയിക്കൊണ്ടാണ് നമ്മൾ രാഷ്ട്രീയത്തെ കാണേണ്ടത്. ആ സേവനത്തോടൊപ്പം നമുക്ക് അവരോടുള്ള ആക്സസ്, ജനങ്ങൾക്ക് എപ്പോഴും ആക്സസ് ഉണ്ടാവുക എന്നതാണ്. അപ്പോൾ ഇങ്ങനെ എല്ലാ നിലക്കും ഒരു വലിയ മാറ്റം ഇവിടെ വരികയും ലോക നിലവാരത്തിലേക്ക് നമ്മുടെ സ്റ്റേറ്റിനെ മാറ്റാൻ അത് UDF-നെ സാധിക്കൂ എന്നുള്ള ഒരു വിശ്വാസവും ആത്മവിശ്വാസവും നമുക്കുണ്ട്. അതിൽ പ്രധാനിയായിട്ടുള്ള അവിടെ വലിയ ഭൂരിപക്ഷത്തോടു കൂടി നമ്മൾ 100ഓളം ആളുകളെ UDF നിയമസഭയിൽ അയക്കുമ്പോൾ അതിൽ മംഗളയ്ക്ക് വേണ്ടി സംസാരിക്കാൻ വീണ്ടും നമ്മുടെ പ്രതിനിധിയായിക്കൊണ്ട് മഞ്ഞളാംകുടി ഐ സാഹിബ് ഉണ്ടാവേണ്ടതുണ്ട്. അദ്ദേഹത്തിൻ്റെ ആ വിജയം ഉറപ്പിക്കുക മാത്രമല്ല, ഏറ്റവും ചരിത്രത്തിൽ ഇല്ലാത്ത ഭൂരിപക്ഷം കൊടുത്തുകൊണ്ട് ഒന്നും ഒരു ഭീഷണിയല്ല എന്നുള്ളത് മംഗള കാണിച്ചു കൊടുക്കും. അതിന് എല്ലാവരും തയ്യാറാവണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ബാബ അലക്സാണ്ടർ ഇവിടെയുണ്ട്. നമുക്ക് സന്തോഷമുണ്ട്. അദ്ദേഹത്തെ നമ്മുടെ പാർട്ടിയോടും നമ്മുടെ സംവിധാനത്തോടൊക്കെ ചേർത്ത് നിൽക്കുന്നു. എല്ലാവർക്കും അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്ക് ചുരുക്കുന്നു. നന്ദി. അസ്സലാമു അലൈക്കും.